ഏവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കോപ്പിറൈറ്റ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തായിരുന്നു. കോപ്പിറൈറ്റ് കാരണം വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ പകരം വീഡിയോ ചെയ്യാൻ സാധിക്കുകയും ചെയ്തില്ല. അതുകൊണ്ടാണ് ഇന്നത്തെയും കൂടി ചേർത്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾട്ടൊക്കെ വീഡിയോ മുഴുവനായി കാണുക. ലെങ്ത് ആക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ആദ്യം തന്നെ പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സി മത്സരത്തെക്കുറിച്ചാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരമായിരുന്നു. തിരുവോണത്തിലാണ് മത്സരം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 7:30 രാത്രി 7:30 മത്സരം നടന്നതെങ്കിൽ മത്സരത്തിൽ വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സും ആരാധകരും എല്ലാവരും വന്നിരുന്നത്. എന്നാൽ നിർഭാഗ്യം തന്നെ പറയട്ടെ, 2-1 സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ലൂക്ക മാച്ചിൻ്റെ ഗോൾ ആൻഡ് പ്ലസ് അസിസ്റ്റ് എന്ന് തന്നെ പറയണം. അതിനിടയിൽ ബ്ലാസ്റ്റേഴ്സിന് ദിമിത്രിയോസിന് പകരക്കാരനായി വന്ന നമ്മുടെ ജീസസ് അദ്ദേഹം ഗോൾ നേടുകയും ചെയ്തിരുന്നു പ്രീതം കോട്ടാലിൻ്റെ അസിസ്റ്റ് വഴി. രാഹുലിൻ്റെ ഒരു പരിക്കൻ ഹെഡർ നമ്മൾ കണ്ടിരുന്നു ലൂക്ക മാച്ചിനെ. അത് ബോളിന് തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ പലരും അത് അല്ലാത്ത രീതിയിലൊക്കെ ആക്കുന്നുണ്ട്. അതായത് ലൂക്ക മാച്ചിന് ഫ്ലാഗ് എടുത്ത് ഈ സെലിബ്രേഷൻ ചെയ്തതിനെ കുറിച്ച് അതിനെതിരെയുള്ളൊരു റിവെഞ്ച് എന്ന രീതിയിൽ കാണുന്നവരുണ്ട്. അല്ലാതെ അത് തെറ്റായി കാണുന്നവരുണ്ട് അങ്ങനെ ചെയ്തതിന്. പക്ഷേങ്കിൽ അദ്ദേഹം ബോളിനെ തന്നെയാണ് ടാർഗറ്റ് വെക്കുന്നത്. ബോൾ ആദ്യം ടച്ച് ചെയ്യുന്നതും രാഹുൽ തന്നെയായിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മത്സരത്തിൽ തിരുവോണത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സമ്മാനം നൽകാൻ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. ആരാധകർക്കും 1-2 എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനി അടുത്ത മത്സരം വരാൻ പോകുന്നത് വരുന്ന ഞായറാഴ്ച ഈസ്റ്റ് ബംഗാളിന് എഫ് സിക്കെതിരെ ഹോം മത്സരമാണ് വരാനിരിക്കുന്നത്. അതൊരു ശക്തമായ മത്സരം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരങ്ങളായ ജീക്സിൻ സിംഗ് അതുപോലെ തന്നെ ദിമിത്രിയോസ് ഡാവിൻഡോസൊക്കെ ആ ടീമിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായൊരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം. നല്ല ടൈറ്റ് ടീമാണ് ഈസ്റ്റ് ബംഗാൾ. ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും. അടുത്ത മത്സരത്തിൽ ലൂണ ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതിന് ശേഷം ഇന്നലെ നടന്ന മത്സരത്തിൽ വരികയാണെങ്കിൽ പുതുതായി വന്ന നവാതകർ എന്ന് തന്നെ പറയണം. അവർ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബായിരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബായിരുന്നു. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. അതായത് പുതിയൊരു സ്റ്റേഡിയം തന്നെയായിരുന്നു. അല്ലാതെ യുവഭാരതി ക്രീഡാങ്കണ സ്റ്റേഡിയം ഈസ്റ്റ് ബംഗാളിലെ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു നല്ലതായിരുന്നു മത്സരം നടന്നത്. ഈ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ഒരു ചെറിയ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. എന്നാൽ ഓവർ ചെറുതൊന്നുമല്ല, അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനും കഴിയുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം തന്നെയായിരുന്നു. ആ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം നടന്നിരുന്നത്. മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സെക്കൻഡ് ഹാഫ് ആഡ് ഓൺ ടൈമിൽ ഒരു ഗോൾ ലീഡിൽ വിജയിക്കുകയായിരുന്നു. അതൊരു 1.5 ഗോൾ തന്നെയായിരുന്നു എന്ന് പറയണം. ഒരു എക്സലൻറ്റ് ഗോൾ തന്നെയായിരുന്നു. മൊറോക്കൻ പ്ലെയറാണെന്ന് തോന്നുന്നു ഗോൾ അടിച്ചത് ഇന്നലെ അവർക്ക് വേണ്ടിയിട്ട്. ഏതായാലും 1-0 എന്ന സ്കോറിൽ അവർ വിജയിച്ച് കയറി. മുഹമ്മദൻസിനിക്ക് ഫസ്റ്റ് മത്സരത്തിൽ തന്നെ തോൽവി നേരിടേണ്ടി വന്നു. അവരുടെ 10,000 കണക്കിന് ആരാധകർ കളി കാണാൻ വന്നിരുന്നു. അവരുടെ ആരാധക കൂട്ടായ്മയുടെ പേര് എന്തോ ബ്ലാക്ക് പാൻറ്റേഴ്സ് എന്നോ അങ്ങനെ എന്തോ ആണ് അവരുടെ ആരാധക കൂട്ടായ്മയുടെ പേര് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ. ഏതായാലും അവരൊക്കെ തിങ്ങി നിറഞ്ഞിരുന്നു. എന്നാൽ ഒരു ശക്തമായ പൊരുതി തോറ്റു എന്ന് തന്നെ പറയണം. പൊരുതിയാണ് തോറ്റത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് എന്ന് പറയണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഡൂറൻഡ് കപ്പ് ചാമ്പ്യന്മാരായവരോട്. ഏതായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് നോട്ടൊക്കെ മറ്റു വീഡിയോ കൊണ്ടുവിട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.